അപ്പോൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് മാങ്ങയും മീനും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിലേക്ക് ആദ്യം വേണ്ടത് ചെറിയുള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി ഇടണം. എൻ്റെ ഇഞ്ചി ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇഞ്ചി എടുക്കാത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒന്നാം പാൽ വേണം, പിന്നെ ഇഷ്ടമല്ല മീൻ എടുക്കുക, അതുപോലെ രണ്ടാം പാൽ വേണം, പിന്നെ മാങ്ങ വേണം കേട്ടോ. എൻ്റെ കയ്യിൽ മാങ്ങക്ക് തീരെ പുളിയില്ലാത്ത കാരണമാണ് ഞാൻ അത്യാവശ്യം ഒരുപാട് മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉലുവ എടുത്ത് പൊട്ടിക്കുക. ഉലുവ പൊട്ടി വരുന്ന ടൈമോട് കൂടി ചെറിയുള്ളി വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി ഇടുക, അതുപോലെ തന്നെ പച്ചമുളക് ഇടുക കേട്ടോ. ഇത് രണ്ടും ഒന്ന് ആയി വരുമ്പോഴേക്കും ചെറിയുള്ളി ആവശ്യത്തിനുള്ളത് എടുത്തിട്ടിടണം. ചെറിയുള്ളി അത്യാവശ്യം ഒന്ന് വഴണ്ടി വരുമ്പം പിന്നെ അതിലേക്ക് ഇടേണ്ടത് തക്കാളിയാണ്. തക്കാളി നന്നായിട്ട് ഉടയണ തക്കാളി എടുക്കുക. എൻ്റെ കയ്യിലുള്ള തക്കാളി ഒട്ടും ഉടയാത്തതായിരുന്നു, അതുപോലെ തന്നെ കിടക്കായിരുന്നു. ഒരു പ്രാവശ്യം നേരം ഇതുപോലെ വഴറ്റിയിട്ടും ഒരു മാറ്റം ഉണ്ടായില്ല. അത് കാരണം ഞാൻ വേറൊരു ടെക്നിക്കാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ അത് അവിടെ വഴറ്റുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ഇടാം. ആദ്യം മുളക് പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇടുക, ഉപ്പ് ഇടുക. ഇത് 4 പൊടികൾ ഇട്ടതിന് ശേഷം അതിലേക്ക് രണ്ടാം പാൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വേണം അടിച്ചെടുക്കാൻ. നമ്മൾ നേരിട്ട് അതിലേക്ക് പൊടികൾ ഇടുന്നില്ല, ഇതുപോലെ അടിച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ ഈ കറിയിൽ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ നമുക്കിത് അടിച്ചിട്ട് വരാം. അടിച്ച് വരുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ഒരു പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാകും. അതിന് ശേഷം നമുക്ക് ഈ തക്കാളി കൂടി എടുത്തിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കിയിടാം. കാരണം തക്കാളി ഒട്ടും വേവണുണ്ടായില്ല, അതുകൊണ്ട് ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ നല്ല കട്ടിയില്ല, എന്താ പറയുക, നല്ല കട്ടിയുള്ളൊരു ഇതായിട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം, മാങ്ങ ഇടണം. അപ്പോൾ ഒന്നൊന്ന് വഴണ്ടി വരട്ടെ കേട്ടോ. തക്കാളി നമ്മൾ ഓൾറെഡി വേവിച്ചത് കാരണം പച്ചച്ചോയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ വന്നതിന് ശേഷം നമുക്ക് നല്ല അടിപൊളി മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ നന്നായിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കണ പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നായതിന് ശേഷം രണ്ടാം പാൽ ഒഴിക്കുക കേട്ടോ. രണ്ടാം പാൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ. ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രത്തോളം കറി വേണോ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുക. തേങ്ങാപ്പാലും വെള്ളവും മിക്സ് ചെയ്ത് ഒഴിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ഇതുപോലെ തിള വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള മീനുകൾ ഇടണം കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം തിളച്ച് മാങ്ങയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മീനിടാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ളത് അയിലയും മത്തിയായിരുന്നു. നിങ്ങളുടെ കയ്യിൽ എന്ത് മീനാണോ ഉള്ളത് ആ മീനുകളിടാം. അപ്പോൾ ആവശ്യത്തിനുള്ള മീൻ ഇട്ടിട്ടുണ്ടായി. മീനിട്ടതിന് ശേഷം പിന്നെ സ്ഥിരം കാണിക്കണ പോലെ തന്നെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. എല്ലായിടത്തും ആവട്ടെ. ഞാൻ ചുറ്റിച്ചിട്ടില്ല, ഞാൻ ഇളക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം പിന്നെ അടച്ച് വെച്ചിട്ടൊരു 5-10 മിനിറ്റ് ആകുമ്പോൾ തന്നെ എണ്ണയൊക്കെ ഇതായിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് ഇതാവട്ടെ. അതിന് ശേഷം എടുക്കുമ്പോൾ ഏകദേശം അടിപൊളി കറിയാണ് കേട്ടോ. നല്ല ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പം അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പല്ല അതിനെന്താ പറയുക, താളിച്ച് ഒഴിക്കണം. അപ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കണം കേട്ടോ. ഒന്നാം പാൽ പറയാൻ വിട്ടുപോയി. അപ്പോൾ ആവശ്യത്തിനുള്ള ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് താളിക്കാനുള്ളത് എടുക്കുക. താളിക്കാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ചുകൂടി ഉലുവ എടുത്ത് പൊട്ടിക്കണം കേട്ടോ. ഞാൻ ആവശ്യത്തിനുള്ള ഉലുവ എടുത്ത് പൊട്ടിക്കുക, കുറച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് നമുക്ക് ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായില്ല. അത്യാവശ്യം മൂത്ത് വരുമ്പോൾ നമുക്കൊരു പിഞ്ച് മുളകും പൊടി ഇടണം കേട്ടോ. കരിഞ്ഞു പോവരുത്, ഒരു ഇത്തിരി ഇട്ടാൽ മതി. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് ഒഴിച്ച് അടച്ച് വെച്ചിട്ട് പിന്നെ എടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ അടിപൊളിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ.